ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. വെൽക്കം ടു ഡിഷൂസ് വേൾഡ്. ഞാൻ നിഷാദ്. അപ്പോൾ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു പുതുമയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. കുവൈറ്റിലെ ഒരു യൂണീക്നെസ് കീപ്പ് ചെയ്യുന്ന ഒരു കുവൈറ്റി മന്തക്കയാണ്. നമ്മുടെ നെതർലൻഡിൽ കാണുന്ന ഓറഞ്ച് സിറ്റി, അതുപോലെ നമ്മുടെ രാജസ്ഥാനിലെ കാണുന്ന നമ്മുടെ പിങ്ക് സിറ്റി പോലെ ഇവിടെ ഒരു പീച്ച് സിറ്റി ഉണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഞാൻ ദോഹയിലുള്ള ഈ പാമാൾ വിസിറ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് ഇവിടെ നല്ല മനോഹരമായ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമുക്ക് സായങ്കാലം വന്ന് ഇരിക്കാൻ നല്ല അടിപൊളി ഒരു ഏരിയ ആണ്. അങ്ങനെ വന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഒരു സൈഡിലേക്ക് എൻ്റെ ക്യാമറ ആംഗിൾ കൂടെ ഞാൻ ഈ പീച്ച് സിറ്റി കാണാൻ എനിക്ക് അവസരമുണ്ടായത്. അപ്പോൾ അതെന്താണെന്നും പോയി കാണാൻ ഉള്ള ഒരു ആകാംക്ഷ എന്നിൽ തോന്നി. അപ്പോൾ അതിലെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയാലോ? നോർത്ത് വെസ്റ്റ് സുലബിഗത്ത്, കുവൈറ്റിലെ പീച്ച് സിറ്റി എന്ന് തന്നെ നമുക്കിതിനെ വിളിക്കാം. കാരണം ഒരു യുണീക്ക്നെസ് തോന്നിക്കത്തക്ക വിധം ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിങ്സും പീച്ച് കളർ പെയിൻ്റ് അടിച്ചാണ് പണിതിരിക്കുന്നത്. നമ്മുടെ രാജസ്ഥാനിലെ ജയ്പൂർ പിങ്ക് സിറ്റി പോലെയും അതുപോലെ നെതർലൻഡിലെ ആംസ്റ്റർഡാം ഓറഞ്ച് സിറ്റി പോലെയും ഒരു യുണീക്ക്നെസ് ഇവർ ഇവിടെ കീപ്പ് ചെയ്തിരിക്കുന്നു. ഇവിടെ കൂടുതലായിട്ടും വീടിന് വേണ്ടി പുതുതായി ആപ്ലിക്കേഷൻ കൊടുത്ത കുവൈറ്റികളും അതുപോലെ അമേരിക്കൻ മിലിറ്ററി പീപ്പിളുമാണ് താമസിക്കുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സറൗണ്ടിങ്സ്, ചിൽഡ്രൻ പാർക്സ് എല്ലാം ഉണ്ട് ഇവിടെ. ഈവനിങ്ങിന് ജോഗിങ്ങിനായി കുറേ വോക്കിൻ ട്രാക്ക് ഉണ്ട് ഇവിടെ. ഈ അപ്പാർട്ട്മെൻറ്റിന് ചുറ്റും ഇൻസൈഡ് ജിം ഫെസിലിറ്റി ആൻഡ് സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റി ഓൾസോ അവൈലബിൾ. കുവൈറ്റിലെ വാസ്തുവിദ്യ സേവനങ്ങൾ അടിസ്ഥാനമാക്കി സ്വാഭാവിക വെളിച്ചവും ശുദ്ധവായുവും ലഭിക്കത്തക്ക രീതിയിലാണ് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് ബേസ്മെൻറ്റ് ഓപ്പൺ ആയതിനാൽ ഇത് പെട്ടെന്നുണ്ടാകുന്ന മഴയിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഏകദേശം 25K പീപ്പിൾ താമസിക്കാനായിട്ടാണ് 100 ഫ്ലാറ്റുകളായിട്ടാണ് ഒരേ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവർക്ക് വേണ്ടി ഒരു ബിഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതുപോലെ അഗ്നിശമന വിഭാഗം, പോലീസ് സ്റ്റേഷൻ, ഫാർമസി, ക്ലിനിക് എല്ലാം തന്നെ 24 അവർ സേവനത്തിന് സജ്ജമായിട്ടുണ്ട്. അതിഥികൾക്കായി ദിവാനി അടങ്ങുന്ന ഒരു തരം വിശ്രമ താമസ മേഖലയായിട്ടാണ് ബേസ്മെൻറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഏകദേശം 7 നിലകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഫ്ലാറ്റ്സ് റെൻറ്റഡ് വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. കുവൈറ്റിലെ പാരമ്പര്യവും ഇസ്ലാമിക വാസ്തുതയും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ബിൽഡിങ്സ് റോഡിനോട് ഇരുവശത്തും തെരുവുകളോടെ ഒരു കോർണർ പ്ലോട്ടായിട്ടാണ് വില്ലയുടെ ഓരോ സൈഡ് വ്യൂവും. അതായത് റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഓരോ ഫ്ലാറ്റിനോട് ചേർന്ന് അടുത്ത ഫ്ലാറ്റ് അടുക്കി വെച്ചിരിക്കുന്ന പോലെ തോന്നും. ഇത് കാഴ്ചകൾക്ക് ഒരു പ്രത്യേക മനോഹാരിത തന്നെയാണ്.
2022 ഫെബ്രുവരി മുതൽ തുറന്ന് പ്രവർത്തിക്കുന്ന ഈ പാം മാൾ ഫാമിലിയായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരിടമാണ്. 80 നമ്പർ റോഡ് ജഹറ റോഡിൻ്റെ പ്രധാന വശത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിഗംഭീരമായ പ്രത്യേക ഓപ്പൺ പാർക്കിംഗ് ഉള്ളതിനാൽ കാർ പാർക്കിനെ കുറിച്ച് വരിയിടാണ്ട് ആവശ്യമില്ല. നിരവധി കോഫി ഷോപ്സ്, റെസ്റ്റോറൻറ്റ്സ് അടങ്ങിയ ഈ മാളിനോട് ചേർന്ന് ഒരു ഇൻഡോർ ഫുട്ബോൾ സ്റ്റേഡിയം പുതുതായി ഓപ്പൺ ചെയ്തിരിക്കുന്നു. അങ്ങനെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ടെറസിലെത്തിയ ഞങ്ങൾ ഈ കാഴ്ചകൾ അടിപൊളിയായിട്ടാണ് തോന്നിയത്. എന്നാൽ ഈ ബിൽഡിങ്ങിൽ ഒന്ന് പോയി അടുത്ത് കണ്ടാലോ എന്നാണ് ഞങ്ങൾക്ക് ആദ്യം മനസ്സിൽ തോന്നിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻ്റായ മാക്ഡൊണാൾഡ്സ് മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ കോഫി റെസ്റ്റോറൻറ്റ്സായ സ്റ്റാർബക്സ്, പിന്നെ വേൾഡിലെ ഏറ്റവും വലിയ പിസ്സ മേക്കേഴ്സായ ഡൊമിനോസ്, നമ്മുടെ CCS റെസ്റ്റോറൻറ്റ്, അൽ ദഹീസ് ജ്യൂസ്, ഇവയെല്ലാം തന്നെ ഇവിടെയുണ്ട്. ഒരു വലിയ ഓപ്പൺ ടെറസ് തന്നെയുണ്ട് ഇവിടെ. നിരവധി കോഫി ഷോപ്സ് അടങ്ങിയ ഇവിടം സുറ പറഞ്ഞിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ മാളിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നല്ല അടിപൊളിയായിട്ടാണ് അവൾ വാൾ സ്റ്റിക്കേഴ്സ് കീപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടുണ്ട്. അത് 3D ആയിട്ടും 2D ആയിട്ടും നല്ല രസമാണ് ഓരോ ചിത്രങ്ങളും കാണാൻ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പുതിയ ആകർഷകമായ വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. എനിക്ക് വളരെ വ്യത്യസ്തത തോന്നിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു.